ഒന്നാമത്തെ ചോദ്യം, ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് എന്താണ് വച്ചുകൊള്ളുവാൻ പറഞ്ഞിട്ടുള്ളത്? ഉത്തരം, കത്തി. ചോദ്യം, എന്തിനു വേണ്ടിയാണ് പണിപ്പെടരുത് എന്നും അതിനായുള്ള ബുദ്ധി വിട്ടുകളക എന്നും പറഞ്ഞിട്ടുള്ളത്? ഉത്തരം, ധനവാനാകേണ്ടതിനു. ചോദ്യം, കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ ചിറകെടുത്തു പറന്നുകളയുന്നതെന്ത്? ഉത്തരം, ധനം. ചോദ്യം, ആരുടെ അപ്പമാണ് തിന്നരുത് എന്നും സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കരുത് എന്നും പറഞ്ഞിട്ടുള്ളത്? ഉത്തരം, കണ്ണുകടിയുള്ളവന്റെ. ചോദ്യം, വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചുകളയുന്നതാര്? ഉത്തരം, ഭോഷൻ. ചോദ്യം, പണ്ടേയുള്ള അതിർ നീക്കരുത് എന്നും ആരുടെ നിലം ആക്രമിക്കുകയുമരുത് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം, അനാഥന്മാരുടെ. ചോദ്യം, ഹൃദയം പ്രബോധനത്തിനും ചെവി എന്തിനും സമർപ്പിക്കാനാണ് ആലോചന പറയുന്നത്? ഉത്തരം, പരിജ്ഞാനവചനങ്ങൾക്കു. ചോദ്യം, ആർക്കാണ് ശിക്ഷ കൊടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം, ബാലനു. ചോദ്യം, വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല എന്നു പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, ബാലനെ. ചോദ്യം, വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ ബാലന്റെ പ്രാണനെ എവിടെ നിന്നാണ് വിടുവിക്കുന്നത്? ഉത്തരം, പാതാളത്തിൽ നിന്ന്. ചോദ്യം, എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടിരിക്കുന്നവർക്ക് എന്താണ് നിശ്ചയമായി കിട്ടുന്നത്? ഉത്തരം, പ്രതിഫലം. ചോദ്യം, പ്രത്യാശയ്ക്കു ഭംഗം വരാത്തതാർക്ക്? ഉത്തരം, യഹോവഭക്തർക്ക്. ചോദ്യം, എന്തു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, വീഞ്ഞ്. ചോദ്യം, കുടിയനും അതിഭക്ഷകനും ആരായിത്തീരും എന്നാണ് മുന്നറിയിച്ചിട്ടുള്ളത്? ഉത്തരം, ദരിദ്രരായി. ചോദ്യം, വൃദ്ധയായിരിക്കുമ്പോൾ ആരെയാണ് നിന്ദിക്കാൻ പാടില്ലാത്തത്? ഉത്തരം, അമ്മയെ. ചോദ്യം, ആരുടെ അപ്പനാണ് ഏറ്റവും ആനന്ദിക്കുന്നത്? ഉത്തരം, നീതിമാന്റെ. ചോദ്യം, ആഴമുള്ള കുഴി എന്ന് പറഞ്ഞിരിക്കുന്നതാരെ? ഉത്തരം, വേശ്യാസ്ത്രീ. ചോദ്യം, പിടിച്ചുപറിക്കാരനെപ്പോലെ പതിയിരിക്കുന്നതാര്? ഉത്തരം, പരസ്ത്രീ. ചോദ്യം, കഷ്ടവും സങ്കടവും കലഹവും ആവലാതിയും എന്ത് രുചി നോക്കുവാൻ പോകുന്നവർക്കാണുള്ളത്? ഉത്തരം, മദ്യം. ചോദ്യം, എന്താണ് ചുവന്നു പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം, വീഞ്ഞ്. അവസാനത്തെ ചോദ്യം, സർപ്പം പോലെ കടിക്കുന്നതും അണലി പോലെ കൊത്തുന്നതും എന്താണ്? ഉത്തരം, വീഞ്ഞ്.